വേനൽ മഴയിൽ കട്ടപ്പനയിൽ വൻ നാശനഷ്ടം. വെള്ളയാങ്കുടി ലക്ഷംവീട് കോളനിക്ക് സമീപം വീട് പൂർണ്ണമായി തകർന്നു. പാപ്പാലമൂട് ഗിരീഷിന്റെ ഉടമസ്ഥയിലുള്ള വീടാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം 5 മണിയോടെയാണ് ശക്തമായ കാറ്റിലും മഴയിലും വീടിന് കേടുപാടുകൾ സംഭവിച്ചത്. കട്ടപ്പന വെള്ളയാങ്കുടി ലക്ഷംവീട് കോളനിക്ക് സമീപം പാപ്പാലമൂട് ഗിരീഷിന്റെ ഉടമസ്ഥയിലുള്ള വീടാണ് പൂർണ്ണമായി തകർന്നത്. ചെറിയൊരു ഇടിമിന്നലും ഒരു മുഴക്കവും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇത്രയും പെട്ടെന്ന് നമ്മൾ നിശ്ചയിക്കാത്തൊരു ഓർക്കാപ്പുറത്ത് നടന്നവരാ. പെട്ടെന്നൊരു കാറ്റും മഴയും ഇങ്ങോട്ട് വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ആർക്കൊന്നും നോക്കാനും പിടിക്കാനും പറ്റില്ല. ഞങ്ങളെല്ലാം വാടടിച്ച് പരിക്കാതെ. അപ്പോൾ ഇവിടെ ആരും ഇല്ല എന്നുള്ള തോന്നുന്നില്ലായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് തന്നെ ആ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞു കൊച്ചി ഇവിടുന്ന് കുളിച്ചിട്ട് അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു, കണ്ടില്ലെന്ന്. ഈ കൊച്ചിക്ക് മുറിക്കാത്ത കിടപ്പുണ്ട്, എനിക്കും അറിയത്തില്ല, അവർക്കും അറിയില്ല. അതാ സംഭവിച്ചത്. അപ്പം ഈ കാറ്റും മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പട്ടപ്പെടാന്നൊരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടുന്ന ഈ സീറ്റ് എടുത്ത് അങ്ങോട്ട് മറിച്ചതാണ്. അപ്പം ഞങ്ങൾ കഥ അടച്ച് അകത്തോട് നിന്നിട്ട് ഞങ്ങൾക്ക് ശരിക്കും ഇത് കാണാൻ പറ്റിയില്ല. അപ്പോഴാണ് കഥയെ വന്ന് മുട്ടുന്ന ഒച്ച കേട്ടുകൊണ്ട് ഞങ്ങൾ കഥ തുറന്നപ്പോൾ ഈ കൊച്ച് മുഖത്തോട് ബ്ലഡ് ഒഴുകി കണ്ണൊന്നും കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ കുടിക്കുക. ഭയങ്കര കാറ്റും മഴയില്ല. അപ്പോൾ അതിനകത്തോട്ട് വെള്ളം അടിച്ചു കയറുമല്ലേ. വീട് വാടകയ്ക്കെടുത്തിരുന്ന ഈരാട്ട ജോസിന്റെ മകന് ഷീറ്റ് പൊട്ടി വീണ പരിക്കേറ്റു. 5 മിനിറ്റ് നേരം നിന്ന് ഒരു മിന്നൽ പിണർ പോലെ വന്ന ഒരു കാറ്റാണ്. പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ വീടിൻ്റെ. ഇവിടെ ഏറാട്ട് ജോസിയേട്ടനും കുടുംബമാണ് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. അവരുടെ വീട് തൊട്ട് താഴെ പണിതുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നു. അവർ രണ്ടുപേരും ഈ അടുക്കളയിൽ നിൽക്കേണ്ടതാണ്. ഇവിടുത്തെ ലൈല എന്ന് പറയുന്ന കുടുംബസ്ഥ അടുക്കളയിൽ നിൽക്കേണ്ടതായിരുന്നു. പുള്ളിക്കാരി അപ്പോൾ പാരിഷ് ഹാളിൽ എന്തോ പണിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോയതേ ഉണ്ടായിരുന്നുള്ളൂ. കൊച്ച് അകത്ത് കിടപ്പും ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്താണോ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. കൊച്ച് ഇറങ്ങി വന്നപ്പോഴത്തേനും പെട്ടെന്ന് അവൻ്റെ നെറ്റിയിലേക്ക് ഷീറ്റിന്റെ കഷ്ണങ്ങളും വീണു. അവൻ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന ജോബിനെ പരിക്കുകളോടെ ആശുപത്രി പ്രവേശിപ്പിച്ചു. വീട് മേഞ്ഞിരുന്ന 8 അടിയുടെ 10 ഷീറ്റുകളാണ് തകർന്നത്. വിവരമറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന വില്ലേജ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു.